കിടക്കുന്നത്. സത്യം പറഞ്ഞാൽ അച്ഛൻ അന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്തു. കാര്യം അതേ ഒരു അവസ്ഥയായിരുന്നു. അത് നിങ്ങൾക്ക് വെളിയിൽ നിൽക്കുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, അനുഭവിക്കുന്ന ഞങ്ങളെ പോലുള്ളവർക്ക് അത് മനസ്സിലാകും. ആ മനുഷ്യൻ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇന്ന് ഇങ്ങനെ നിന്നു പോകുന്നു. അല്ലാതെ എന്തിനാ ആ മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ ഈ ഇല്ലാവചനം പറഞ്ഞുണ്ടാക്കുന്നത്? ആർക്കെങ്കിലും 10 പൈസ ഇങ്ങനെ കിട്ടുന്നവർക്കുണ്ടെങ്കിലേ കൊടുത്തോട്ടെ, എന്തിനാ അത് മുടക്കം ചെയ്യാൻ നടക്കുന്നത്? ഞങ്ങളെല്ലാം ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ദൈവമേ അച്ഛൻ ആപത്തൊന്നും വരുത്തല്ലേ എന്ന് മാത്രമേ എന്നും സന്ധ്യക്ക് പ്രാർത്ഥിക്കുമ്പോൾ എന്നും പ്രാർത്ഥിക്കുന്നുള്ളൂ. ഞാൻ നാട്ടുകാർക്കും പാവങ്ങൾക്കും വേണ്ടി കോടികൾ മുടക്കിയ ആളാണ്. ഇനിയും കോടികൾ ഞാൻ മുടക്കാൻ തയ്യാറാണ്. പക്ഷേ എന്റെ സൈബർ അറ്റാക്കും ഭീഷണിയും കാശ് ചോദിക്കലും കാരണം എന്നെ ജീവിക്കാൻ സമ്മതിക്കുകയല്ലെങ്കിൽ ഞാൻ ഈ ചാരിറ്റി നിർത്തുവാണ്. നിനക്കൊക്കെ സമാധാനമായില്ലേ? കാറിന്റെ അകത്തിരുന്ന് കൊണയടിക്കുന്നവന്മാരെ, നിനക്കൊക്കെ സമാധാനമായില്ലേ? ഇപ്പോഴിതാ അച്ചായൻ ചാരിറ്റി ചെയ്യുന്നത് നിർത്തുകയാണെന്നാണ് പറയുന്നത്. കുറെ പാവങ്ങൾക്ക് കിട്ടേണ്ട സഹായമാണ് നീയൊക്കെ നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒന്നും ശാപം നീ എവിടെ കൊണ്ട് കളയൂടാ? എനിക്കത് അറിയേണ്ടത്. നീ ഇതിന്റെ ഇടയിൽ ഒരു വീഡിയോ കൂടെ ചെയ്തിരുന്നു, ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിട്ടുള്ള ഒരു അമ്മയുടെ വീഡിയോ, അത് ഫേക്ക് ആണെന്ന രീതിയിൽ. നീ അച്ചായനെ തകർക്കാൻ വേണ്ടി എത്തിയ നീ ഉടനെ ഈ പറയുന്ന അമ്മയ്ക്കെതിരെ കൂടെ വീഡിയോ ചെയ്തിരിക്കുന്നു. ഇപ്പൊ ആ അമ്മ ഇവനെതിരെ പരാതിയുമായിട്ട് പോകുന്നുണ്ട്. എന്തായാലും അമ്മ പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കിയേ. ആ അമ്മയൊക്കെ വളരെ സങ്കടത്തോടു കൂടിയാണ് പറയുന്നത്, ഈ അച്ചായൻ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം എങ്ങനെയായി പോയേനെന്നാണ് അമ്മ പറയുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ കാറിന്റെ അകത്തിരുന്ന് എന്തെങ്കിലും വീഡിയോ വിട്ട് നിനക്ക് കാശ് കിട്ടും, ആ കാശ് നീ പുട്ടും കടലേ അടിക്കും. എന്നാൽ ഇവർക്കൊക്കെ കിട്ടുന്ന ലാഭത്തിന്റെ വിഹിതം എടുത്തിട്ട് അവർ മറ്റുള്ളവരെ സഹായിക്കാനായിട്ടാണ് ഇറങ്ങുന്നത്. എത്രയോ പാവങ്ങൾക്കാണ് സഹായം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇട്ട വീഡിയോയ്ക്ക് താഴേക്ക് എത്ര പേരാണ് കമന്റ് ഇടുന്നത്? നിനക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നിനക്ക് എന്താണ് മറ്റുള്ളവരുടെ ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞ് അവരെ നശിപ്പിക്കണം, അതാണ് നിന്റെ ഉദ്ദേശം. നീ കുറെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ കുറെ എന്താ പറയാ, ചാറ്റ്, അത് പെണ്ണുങ്ങളുടെ ചാറ്റ്, അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. കൊള്ളാം. എന്തായാലും അമ്മ പറയുന്ന കാര്യം കേട്ട് നോക്കി. ഞാനും എൻ്റെ ഭർത്താവും 3 കുഞ്ഞുങ്ങളും അടങ്ങുന്നതായിരുന്നു എൻ്റെ കുടുംബം. പക്ഷേ എൻ്റെ ഭർത്താവിന് സുഖമില്ലായിരുന്നു. അദ്ദേഹത്തിന് ക്യാൻസറിൻ്റെ അസുഖം തന്നെ ആയിരുന്നു. പക്ഷെ അതെനിക്ക് അറിയാൻ വൈകിയത് എൻ്റെ ഇളയ മോനെ 2 വയസ്സിൽ തുടങ്ങിയതായിരുന്നു. അവനെയും കൊണ്ട് ESAയിലും ഒക്കെ ഞങ്ങൾ ഓടി ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്നുണ്ട്. ഹസ്ബൻഡിനും അതന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പുള്ളി ഞങ്ങളോട് പറഞ്ഞില്ല. ഞാൻ തന്നെ മരിക്കുന്നതിന് മുന്നെയാണ്, ഒരു ദിവസം മുന്നേ അറിഞ്ഞ് ഈ അസുഖമാണെന്നുള്ള. അപ്പോഴത്തേക്കും വൈകിപ്പോയി. അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ കാലം കൈയും പിടിച്ചെങ്കിലും ഞാൻ രക്ഷപ്പെടുത്തിയത്. എൻ്റെ കുഞ്ഞിന് ഇത് ഈ അസുഖമാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ചേട്ടൻ ഞങ്ങളോട് അത് പറയാതിരുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിഷമിക്കുമല്ലോ, വേറെ മാർഗം ഒന്നുമില്ലല്ലോ. ഞാൻ മഹാലക്ഷ്മിയിലായിരുന്നു എനിക്ക് ജോലി. മഹാലക്ഷ്മിയിലെ വിനോദ് സാറാണ് എൻ്റെ കുഞ്ഞിന് ട്രീറ്റ്മെന്റിന് വേണ്ടുന്ന പൈസ എല്ലാം അന്ന് തന്നത്. ഒരു ദിവസം പോലും എനിക്ക് കടയിൽ സ്വസ്ഥമായിട്ട് നിൽക്കാനൊക്കത്തില്ലായിരുന്നു. കുഞ്ഞിന് വയ്യെന്നും പറഞ്ഞ് ഞാൻ ഓടി വരുന്നമായിരുന്നു. സാറാ എനിക്ക് ആശുപത്രിയിൽ തന്നെ പൈസ കൊടുത്തു വിട്ടിട്ട് കുഞ്ഞിന് ട്രീറ്റ്മെന്റ് നടത്തിയത്. അങ്ങനെ 7 വർഷം മുന്നേ ചേട്ടൻ മരിച്ചതിന് ശേഷമാണ് എനിക്ക് വയ്യാതെ വന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് എനിക്കും ക്യാൻസറിന്റെ ആണെന്ന് അറിയുന്നത്. അതാദ്യം എനിക്ക് മലദ്വാരത്തിനകത്തായിരുന്നു വന്നത്. നമുക്ക് മറ്റുള്ളവരെ കാണിക്കാനൊക്കത്തില്ല, എനിക്ക് ഇന്നടുത്ത അസുഖമൊന്നും കാണിക്കാനൊക്കത്തില്ല. അതിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ നിവർത്തിയില്ലാതെ വന്നപ്പോൾ പത്രത്തിൽ ഞങ്ങൾ കൊടുത്തു. പത്രത്തിൽ കൊടുത്തിട്ട് ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. ഓരോരുത്തർ വന്ന് ഞങ്ങളുടെ കടങ്ങൾ വീട് ഞങ്ങൾക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടത് അതെല്ലാം. എടാ, ഈ അമ്മയുടെ കരച്ചിലൊക്കെ നീ എവിടെ കൊണ്ട് തീർക്കൂടാ? അവരെ സഹായിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരുമ്പോൾ അതും ഇല്ലാണ്ടാക്കി കളയുകയാണല്ലോ നീയൊക്കെ. എടാ, നീ ഇവരെ വിളിച്ചിട്ട് ഒന്ന് തിരക്കിയിട്ട് നീ വീഡിയോ ചെയ്യരുതാഞ്ഞോ? നിനക്ക് ആരോ ഒരുത്തൻ ഒരു വോയിസ് ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് നീ അച്ചായനെ തോപ്പിക്കാൻ, അച്ചായനെ നീ അങ്ങ് താറടിക്കാൻ വേണ്ടി ഈ പുള്ളിക്കാരിയെ എന്തിനാടാ നീ ഇങ്ങനെ ചെയ്തത്? വളരെ മോശമല്ലേ? ഇവർക്ക് ആരെങ്കിലും സഹായം ചെയ്ത് അതുമൂലം ഇവർ മരുന്ന് മേടിച്ച് ഇവരുടെ ജീവിതം എങ്ങനെയെങ്കിലും കൊണ്ടുപോകത്തില്ലായിരുന്നോ? നീ അവരെയും ദ്രോഹിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നു. നിന്റെ ഉദ്ദേശം എന്താണ്? അച്ചായനെ നശിപ്പിക്കണം, അതല്ലേ? അതിനുവേണ്ടി എന്തിനാ നീ ഇവരെയൊക്കെ ഇല്ലാണ്ടാക്കുന്നത്? ഞങ്ങൾക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടത് അതെല്ലാം ചെയ്തു തന്നായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഈ മരുന്നിന് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വാടകയൊക്കെ എടുത്ത് ചെലവും ചെയ്യാനുള്ള കഴിവില്ല. കുഞ്ഞുങ്ങൾ അതുങ്ങൾക്ക് ജോലിക്ക് പോകാനൊന്നും പറ്റുന്നില്ല, പഠിച്ചോണ്ടിരിക്കുന്നത്. അത് ഒരുപാട് ആൾക്കാർ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പം തീരെ നിവർത്തിയില്ലാതെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച് മഴ പെയ്ത് മുഴുവൻ ചോർന്നൊലിച്ച് നിവർത്തിയില്ലാതെ വന്നപ്പോഴാണ് ഞാൻ ഈ ചാരിറ്റി ചെയ്യുന്ന അച്ചായൻസ് ഗോൾഡിന്റെ ഇത് ഞാൻ മൊബൈലിനകത്ത് കണ്ടത്. ഞാൻ അങ്ങനെയാണ് അച്ചായനെ ഞാൻ ഒത്തിരി പ്രാവശ്യം വിളിച്ച്. അത് കഴിഞ്ഞപ്പോഴാണ് അച്ചായൻ ഞങ്ങളെ വിളിക്കുന്നത്, വീട്ടിൽ വരുന്നത്. അച്ചായൻ വീട്ടിൽ വരുന്ന ദിവസം ഞാൻ പൊതിച്ചോറും കൊണ്ട് പോകുന്നുണ്ട്. എനിക്ക് വയ്യെങ്കിലും ഒരു നേരത്തെ മരുന്നിനും ഒരു ആഹാരം കഴിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് പൊതിച്ചോറ് വിൽക്കുമായിരുന്നു. അന്ന് അച്ചായൻ വന്ന് കണ്ടു. ഞങ്ങൾക്ക്
വേണമെന്ന് എനിക്ക് ഓപ്പറേഷനുള്ള പൈസയും അന്നേരത്തെ ഞങ്ങൾക്ക് ചെലവിൻ്റെ കാര്യങ്ങളും എല്ലാം ആ മനുഷ്യൻ ചെയ്തു. അന്ന് ഞാൻ അച്ചായനോട് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് 2 ഓപ്പറേഷനുണ്ട്, അതിൻ്റെ ഒരു ഓപ്പറേഷൻ അച്ചായൻ പൈസ തന്നതിന് ശേഷമാണ് ഇത്. ഇപ്പോഴും ചുറ്റിനും കടമുണ്ട്. കടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഒരിടത്തുനിന്ന് മേടിക്കും, അത് പിന്നെ അങ്ങോട്ട് കാര്യം തിരിച്ചു കൊടുക്കാൻ എനിക്ക് വരുമാനമില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. താങ്കൾക്ക് അസുഖം നിനക്കൊക്കെ എന്തിന്റെ കേടാണ്? അദ്ദേഹം വന്ന് ഇവർക്ക് സഹായം ചെയ്തത് അവർക്കത് ഉപകാരമായതാ. അവർക്കത് ഓപ്പറേഷൻ ചെയ്യാനുള്ളതും അവരുടെ ചെലവിനുള്ള പൈസയൊക്കെ അച്ചായൻ കൊടുത്തിട്ടാ പോയത്. ആ നല്ല മനസ്സിനെയാണ് നീയൊക്കെ അംഗീകരിക്കേണ്ടത്, അല്ലാതെ നീ നശിപ്പിക്കുകയല്ല വേണ്ടത്. ഇവർക്ക് ക്യാൻസർ ഇല്ല, അവർക്ക് രോഗമില്ല, അവർ കള്ളം പറയുകയാണെന്ന് വരെ നീ പറഞ്ഞ് നിന്റെ വീഡിയോ കൂടെ ഉണ്ടാക്കിയില്ലേ? നീ എന്താടാ ഈ അമ്മയുടെ കരച്ചിലൊക്കെ നീ എവിടെ കൊണ്ട് തീർക്കും? നീയൊക്കെ ഒരു യൂട്യൂബറാണ്, എന്താ പറയുന്നതെന്ന് പല കാര്യങ്ങളും നീ ഇതുപോലെ ചുമ്മാ ഇങ്ങനെ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നുണ്ട്, പല കാര്യങ്ങളും. ഇപ്പൊ വേണ്ട ഈ അമ്മയുടെ വിഷയം എടുത്തിട്ട് നീ അല്ലെങ്കിൽ അമ്മയുടെ നമ്പറിലൊന്ന് വിളിക്കരുതോ? അതിൽ അമ്മയുടെ നമ്പർ ഉണ്ടായിരുന്നല്ലോ, നീ വിളിച്ച് കാര്യം തിരക്കരുതാഞ്ഞോ? ഇങ്ങനെ ഒരു കോൾ വന്നിട്ടുണ്ട് എന്ന് അവരോടൊന്ന് ചോദിക്കരുതാഞ്ഞോ? ഇല്ലേ? അത് നീ ചെയ്തോ? ഇല്ല. ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇതാണ് അവൻ പറഞ്ഞത്, ഈ സീക്രട്ട് ഏജന്റ് പറഞ്ഞ കാര്യം. അത് കേട്ടു. ഒരു ചേച്ചി റോഡ് സൈഡിൽ നിന്ന് ബിരിയാണിയോ ചോറോ എന്തോ വിൽക്കുന്ന ഒരു ചേച്ചിയാണ്. ഈ ചേച്ചിയുടെ അടുത്ത് പോകുന്നു. ഓക്കെ, വീട്ടിലെ ഊണ് വിൽക്കുന്ന ഒരു ചേച്ചിയുടെ അടുത്ത് പോകുന്നു. ആ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇടുന്നു. 18 ജൂലൈ 2025 ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് നല്ലൊരു വ്യക്തി ഈ വീഡിയോ അയച്ചെന്നിട്ട് പറയുന്നു, ഈ ചേച്ചി എനിക്കറിയാം, ഇവർ പറയുന്നത് എല്ലാം കള്ളമാണ്, ഇവർക്ക് ക്യാൻസർ എന്ന ഒരു അസുഖമില്ല. വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കള്ളത്തരമാണ്. കാരണം അവരതിനകത്ത് 1-2 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, അവരുടെ ഹസ്ബൻഡ് ക്യാൻസർ മൂലം 9 മാസത്തോളം കിടന്നാണ് മരിച്ചതെന്ന് പറയുന്നു. ഹസ്ബൻഡിന് ക്യാൻസർ ഒന്നും ഇല്ലായിരുന്നു. പുള്ളി അവർ ജസ്റ്റ് ഒരു രാവിലെ നിന്ന് ശ്വാസം മുട്ടലും കണ്ട് വന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അറ്റാക്ക് വന്ന കണ്ട് മരിക്കുകയായിരുന്നു. രാവിലെ കൊണ്ട് ഉച്ചയ്ക്ക് മുന്നേ മരിച്ചു. ആ ഒരു ഗ്യാപ്പുള്ളൂ, അല്ലാതെ ക്യാൻസർ വന്ന് കിടന്നിട്ടൊന്നുമില്ല. അപ്പം പറഞ്ഞിരിക്കുന്ന മൊത്തം കള്ളത്തരമാണ്. അത് അച്ചായൻ പറഞ്ഞ് ജയിപ്പിക്കുന്നതായിരിക്കാം, അച്ചായൻ്റെ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ അച്ചായൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി റീച്ച് കിട്ടാൻ വേണ്ടി പറഞ്ഞ് ജയിപ്പിക്കുന്നതായിരിക്കാം. ആൻഡ് അച്ചായൻ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല ആ വീട്ടിലെ അവസ്ഥ. ഇതാണ് അവന്റെ വീഡിയോയിൽ അവൻ കാണിച്ചത്. ഇങ്ങനെ ഒരാൾ വിളിച്ച് ഒരു അമ്മയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഇവൻ എന്ത് ചെയ്യണമായിരുന്നു? ഈ അമ്മയെ ഒന്ന് വിളിച്ച് തിരക്കിയിട്ട് അവൻ വീഡിയോ ചെയ്യണ്ടായിരുന്നു. അത് ചെയ്യാതെ അമ്മയ്ക്ക് ക്യാൻസർ ഇല്ല, അമ്മ പറ്റിക്കാൻ ഇറങ്ങിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ വീഡിയോ ഇട്ടു. അതുമൂലം എന്താ പറ്റുന്നേ? ഇവർക്ക് കിട്ടുന്ന സഹായം പോലും ഇല്ലാണ്ടായി. നാട്ടുകാരുടെ മുമ്പിൽ പറ്റിച്ചുകൊണ്ട് ജീവിക്കുകയാണെന്നുള്ള പേര് വന്നു. ഇവനെ എടാ നീയൊക്കെ എന്ത് യൂട്യൂബർമാരാണ്? നീ ചെയ്യുന്നത് എന്താണ്? സമൂഹത്തിൽ നന്മയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നീ എന്തെങ്കിലും ഉപകാരമുള്ളതാണോ ചെയ്യുന്നത്? ഒരു മനുഷ്യനെ ഉപദ്രവിക്കാനുള്ള പരിപാടിയല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതീ പറയുന്നത് എൻ്റെ ഒരു ബന്ധുവാണ് ഇത് പറഞ്ഞെന്നാ പറയുന്നത്. ഈ ബന്ധു എന്ന് പറയുന്നത് എൻ്റെ അമ്മാവൻ്റെ മകൻ തന്നെയാണ്. അവൻ ഈ വീഡിയോ അച്ചായൻ വന്ന് എടുത്തോണ്ട് പോയതിൻ്റെ അന്ന് വൈകുന്നേരം തന്നെ ചാനലിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവൻ ഞങ്ങളെ വിളിച്ചിട്ട് ഒരുപാട് അനാവശ്യം പറഞ്ഞു. നിങ്ങൾ എന്തോ കാര്യത്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത്? നിങ്ങൾക്ക് നാണമുണ്ടോ? നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കാനാണോ എന്നൊക്കെ. ഞങ്ങളുടെ കാര്യം ഒരു നേരമെങ്കിലും ഇവരാരെങ്കിലും ഒന്ന് തിരക്കിയിട്ട് പറയുമായിരുന്നെങ്കിൽ എനിക്ക് വിഷമമില്ലായിരുന്നു. ഇവൻ ഈ പറയുന്നവൻ ഞങ്ങൾ എവിടെ താമസിക്കുന്നതെന്ന് പോലും അവൻ അറിയത്തില്ല, ഒറ്റ മനുഷ്യർക്ക് അറിയത്തില്ല. ഇപ്പൊ ഈ വീഡിയോ കണ്ടവരെല്ലാം ഞങ്ങൾ കള്ളം പറഞ്ഞാണ്ടല്ലേ പറയത്തുള്ളൂ. ഞങ്ങൾക്ക് എവിടുന്നെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാനും ഞങ്ങളുടെ ചെലവ് കഴിയാനും വാടക കൊടുക്കാനും ഒക്കെ കിട്ടുമായിരുന്നു. അതൊക്കെ ഇവൻ കാരണം മുടങ്ങിയില്ല. ഇവനോട് ഞങ്ങൾ എന്ത് ദ്രോഹമാണ് ചെയ്തത്? എന്ത് ദ്രോഹം ചെയ്തിട്ട് ഇവരിങ്ങനെ കാണിക്കുന്നത്? എടാ നീയൊക്കെ എന്തിനാടാ ഇങ്ങനെ ഭൂമി ജീവിക്കുന്നത്? സത്യം പറയാമല്ലോ. മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്തുകൊണ്ട് എന്തോലും നീയൊക്കെ നിൽക്കുക, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവ ഈ പാവങ്ങളെ ആരെങ്കിലും ഒന്ന് സഹായിക്കത്തില്ലേ? അവർക്ക് എവിടെന്നെങ്കിലും ഒരു സഹായം കിട്ടത്തില്ലേ? അതെന്തിനാടാ നീയൊക്കെ നശിപ്പിക്കുന്നത്? ഏതോ ബന്ധുവാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തം ഫോൺ വിളിച്ചേക്കുന്നു. അവൻ എന്തിന്റെ കേടാണ്? നീ പോലും 1 രൂപ പോലും ഇവർക്ക് കൊടുക്കത്തില്ല, എന്നിട്ട് നിനക്ക് പാരവെപ്പ്. നിനക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലടാ. കഷ്ടം. ഇത് കേട്ട പാടി കേൾക്കാത്ത പാതി ഒരുത്തരം ഉണ്ടാക്കിയേക്കുന്ന വീഡിയോ. അപ്പൊ ഈ അമ്മയുടെ നമ്പർ അതിൻ്റെ അകത്തുണ്ട്. നിനക്കൊന്ന് വിളിച്ച് ഈ അമ്മയോടൊന്ന് തിരക്കി നോക്കരുതാഞ്ഞോ? അതുപോലും ഉണ്ടാക്കാതെ നീ ഈ പറയുന്ന എങ്ങനെയെങ്കിലും അച്ചായനെ ഒന്ന് അടിച്ചങ്ങ് ഇരുത്തണം, അച്ചായനെ നെഗറ്റീവ് ആക്കണം. അതിനുവേണ്ടി കിട്ടിയിരിക്കുന്ന ഒരു ടൂൾ എന്ന രീതിയിൽ നീ അടിച്ചങ്ങ് കാച്ചി ഇല്ലയോ? അതല്ലേ നീ ചെയ്തേ? അമ്മാവന്റെ മകനാണെന്ന് പറയുന്നു, പക്ഷെ അദ്ദേഹത്തിന് അറിയില്ലേ താങ്കൾക്കും ഇല്ലെങ്കിൽ മകനും അസുഖമുള്ളതെന്നോ അവർക്കറിയില്ലേ? ഇവരുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ല. കാര്യം ഞാൻ ഇവിടെ ഇറങ്ങി വന്നതാ, എന്നെ സ്നേഹിച്ച് എന്നെ കൊണ്ടുവന്നതാ. അന്ന് തൊട്ട് ഇവരുമായിട്ട് യാതൊരു ബന്ധങ്ങളും ഇല്ല. പിന്നെ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും കാണാൻ പോകുമ്പോൾ ജസ്റ്റ് കാണും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇവന് ഞാൻ എവിടാന്നോ ഞങ്ങൾക്ക് എന്തോ അസുഖമെന്നോ ഞങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നോ ഇതൊന്നും ഇവൻ അറിയത്തില്ല. ഈ അസുഖം കള്ളം പറഞ്ഞിട്ട് നമുക്ക് എന്ത് നേട്ടം? ഇപ്പൊ ഞങ്ങൾക്ക് തരാൻ ആരെങ്കിലും മുന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ വാതിൽ അടയ്ക്കാൻ അവർക്ക് കഴിയും. പക്ഷെ ഒരു നേരത്തെ ആഹാരമെങ്കിലും എനിക്കോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തരാനോ അല്ലെങ്കിൽ ഒരു നേരത്തെ വാടക കൊടുക്കാനോ ഇവരാരെങ്കിലും മുന്നിട്ട് വന്നിട്ടുണ്ടോ? ഒരു നേരം. അന്നൊക്കെ ഈ അച്ചായനെ ഉള്ളായിരുന്നു ഞങ്ങൾക്ക് വരാനും അത്രയും സഹായങ്ങൾ ചെയ്യാനും. ഇപ്പോഴും ക്യാൻസറിന്റെ ചികിത്സയിൽ തന്നെയാണോ? അതെ, ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ചികിത്സിക്കുന്നത്. ഇപ്പൊ എനിക്ക് ആരുണ്ട്? ആരുമില്ല.
ഈ യൂട്യൂബർ പറയുന്നത് അച്ചായം വന്ന് ആ വീഡിയോ ചെയ്തതിന് ശേഷം ലക്ഷക്കണക്കിന് രൂപ ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ആ വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് പൈസ വന്നിട്ടുണ്ടായിരുന്നു. അത് ലക്ഷങ്ങളൊന്നും ഇല്ലായിരുന്നു, എങ്കിലും ഞങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കാനുള്ള പൈസ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു 3 സെന്റ് സ്ഥലം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരാൾ ഇത് കണ്ടിട്ട് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റും കൂടെ മുൻകൈ എടുത്ത് എനിക്ക് പ്രസിഡന്റ് നമ്മുടെ വീട്ടിലോട്ടാക്കിയ ആ 3 സെന്റ് സ്ഥലവും 10 അടി വീതി വഴിയുമായിട്ട് എനിക്ക് തന്നിട്ടുണ്ട്. അത് അവിടെ വീടൊന്നുമില്ല, ഇനി അവിടെ എങ്ങനെയും ഒരു വീട് വെച്ച് കയറണം, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായി ഇപ്പൊ. എന്താണെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നും ഇതിന്റെ സത്യാവസ്ഥ ഒന്നും അന്വേഷിക്കാതെ അസുഖമില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ചെയ്തു. അല്ലെ യൂട്യൂബറെങ്കിലും ഒന്ന് വിളിച്ച് ചോദിക്കാമായിരുന്നു. അല്ലെ നിങ്ങളെ കുറിച്ച് വന്നല്ലേ എങ്ങനെയാ ഇതിന്. ഇപ്പൊ ഈ വീഡിയോ കാണുന്നവരൊക്കെ എന്ത് വിചാരിക്കും, ഞങ്ങൾ ജനങ്ങളെ പറ്റിച്ചെന്നല്ലേ പറയത്തുള്ളൂ, അല്ലാതെ എന്തെങ്കിലും. അതങ്ങനെ പറയത്തുള്ളൂ. ജനങ്ങൾ പറയും പറ്റിച്ച് ജീവിക്കുവാണെന്നേ പറയത്തുള്ളൂ. അവരുടെ അയലോക്കത്തുള്ളവർ പോലും അങ്ങനെ പറയത്തുള്ളൂ. അല്ലെ ഈ വീഡിയോ കാണുന്ന ഇവന്റെ വീഡിയോ കാണുന്ന പലരും പറയും പറ്റിച്ച് ജീവിക്കുവാണെന്ന്. എന്നാൽ സത്യാവസ്ഥ എന്താണ്? അതാണ് പറയുന്നത്. ഓരോരുത്തരും വായി തോന്നുന്നത് വെച്ചങ്ങ് കാച്ചുക. നീ നല്ലൊരു മനുഷ്യനാണെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിത്വം ആയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യണമായിരുന്നു? ഈ പറയുന്ന അമ്മയ്ക്ക് ഒന്ന് ഫോൺ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയിട്ട് നീ വീഡിയോ ചെയ്തില്ലായിരുന്നോ? അത് ചെയ്തില്ല. അത് ചെയ്യാതെ നീ വെച്ചങ്ങ് കാച്ചി. അതുമൂലം എന്താണ് സംഭവിച്ചത്? ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്യാനാണെങ്കിൽ ഞാൻ അവിടെ എന്തെങ്കിലും ഒരു കൂര പോലെങ്കിലും ഒന്ന് വെച്ച് കയറി കിടക്കുക. കാര്യം ഇത് 6500 രൂപ വാടക കൊടുക്കാൻ ഞങ്ങൾക്ക് ഒരു മാർഗവും ഇല്ല. വേറെ എങ്ങും നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഈ 6500 രൂപ വാടകയ്ക്ക് കിടക്കുന്നത്. സത്യം പറഞ്ഞാൽ അച്ഛനൊന്നും വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്തു പോയി. കാര്യം അതേ ഒരു അവസ്ഥയായിരുന്നു. അത് നിങ്ങൾക്ക് വെളിയിൽ നിൽക്കുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, അനുഭവിക്കുന്ന ഞങ്ങളെ പോലുള്ളവർക്ക് അത് മനസ്സിലാകും. ആ മനുഷ്യൻ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇന്ന് ഇങ്ങനെ നിന്ന് പോകുന്നു. അല്ലാതെ എന്തിനാ ആ മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ ഈ ഇല്ലാവചനം പറഞ്ഞുണ്ടാക്കുന്നത്? ആർക്കെങ്കിലും 10 പൈസ ഇങ്ങനെ കിട്ടുന്നവർക്കുണ്ടെങ്കിൽ കൊടുത്തോട്ടെ, എന്തിനാ അത് മുടക്കം ചെയ്യാൻ നടക്കുന്നത്? ഞങ്ങളെല്ലാം ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ദൈവമേ അച്ഛൻ ആപത്തൊന്നും വരുത്തില്ലേ എന്ന് മാത്രമേ എന്നും സന്ധ്യക്ക് പ്രാർത്ഥിക്കുമ്പോൾ എന്നും പ്രാർത്ഥിക്കുന്നുള്ളൂ. ഈ യൂട്യൂബർ എന്ന് പറയുന്ന ആൾ ആരാന്നോ എന്താന്നോ ആ മനുഷ്യന്റെ പേര് പോലും എനിക്ക് അറിയത്തില്ല. ഞാൻ അങ്ങനെയുള്ള ഇതൊന്നും ഞാൻ കാണാറില്ല. ഇതിപ്പോ ഇന്നലെ ഇങ്ങനെ എന്റെ ഒരു ഇതിങ്ങനെ കണ്ടതുകൊണ്ട് മാത്രമേ ഞാൻ നോക്കി, ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കി. അത് എനിക്ക് എടുക്കാൻ അറിയാൻ വേണ്ടി പിള്ളേരെ എനിക്ക് എടുത്തു തന്നെ, അമ്മ ഇത് നോക്കെന്നും പറഞ്ഞു. ഈ മനുഷ്യനെ എനിക്ക് അറിയത്തില്ല, ഞാൻ അങ്ങേരുമായിട്ട് യാതൊരു പരിചയമില്ല, ഞാൻ ഏത് നാട്ടിലാന്ന് പോലും അങ്ങേർക്ക് അറിയത്തില്ല. പിന്നെ എന്തിനാ അങ്ങേര്? അല്ലെ ഒന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കാം, അല്ലെ ഇതെങ്ങനാ എന്താ, അല്ലെ ഇത്രയും പറഞ്ഞല്ലോ ആ കൂട്ടത്തിൽ ഞങ്ങൾ ആരാ എന്താണെന്നെങ്കിലും ഒന്ന് ചോദിക്കരുതോ? ഇത് അതുപോലും ഇല്ലാതെ എന്തിനാ എങ്ങനെ ചെയ്യുന്നത്? അതുകൊണ്ട് തീർച്ചയായിട്ടും നിയമമായിട്ട് എന്തെങ്കിലും നിയമ നടപടി എടുത്തേ പറ്റത്തുള്ളൂ. കാര്യം ഞങ്ങളെ പോലുള്ളവർക്ക് നീതി വേണം. ഈ അച്ചായനെ പോലുള്ളവർ ഓരോരുത്തർക്കും ഇങ്ങനെ ചെയ്യുന്ന ആ മനുഷ്യന്റെ മനസ്സും കൂടെ ഇതായി പോവുകയാണ്. അപ്പോൾ എന്തും ആയിക്കോട്ടെ, അങ്ങനെ പാവങ്ങളെ സഹായിക്കുന്നില്ലേ? ഞങ്ങളെ പോലുള്ളവർക്ക് അത് കിട്ടുമ്പോ ഞങ്ങൾക്ക് സ്വർഗം കിട്ടിയ പോലെ. ഈ അമ്മയുടെ പ്രാർത്ഥന കേട്ടോ, അച്ചായൻ ഒന്നും വരുത്തരുത് എന്ന്. ഞങ്ങളെ പോലെയുള്ള നിരവധി പേര് ആഗ്രഹിക്കുന്നത് അച്ചായനെ പോലെയുള്ള ആരെങ്കിലും വന്നൊന്ന് സഹായം ചെയ്യണമെന്നാണ്. കാര്യം എന്തെന്നറിയാമോ? അവരുടെ പൈസ ഇല്ല. അവർക്ക് ഈ എടാ മരുന്ന് മേടിക്കാനും ഈ അസുഖത്തിനും ഇതിനൊക്കെ എത്ര രൂപയൊക്കെ ചെലവാണെന്നറിയാമോ നിനക്ക്? നീ ആർക്കും ഒരു ഉപകാരം ചെയ്യത്തുമില്ല. ഉപകാരം ചെയ്യുന്നവരെ നീ നശിപ്പിക്കാനായിട്ട് ഇരിക്കുകയാണല്ലോ. നിനക്കെതിരെയൊക്കെ സത്യം പറഞ്ഞോണ്ടല്ലോ കേസ് കൊടുക്കുക തന്നെ വേണം. ഈ അമ്മ കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന പറയുന്നത്. കാരണം അവർക്ക് ആ നാട്ടിൽ തന്നെ ആ അമ്മയെ എന്താ പറയാ മറ്റുള്ളവർ നോക്കുന്നത് കള്ളം പറഞ്ഞ് കാശുണ്ടാക്കിയെന്നാ. അവരെ സഹായിച്ചിട്ടില്ലേ? അവരൊക്കെ വിചാരിച്ചിരിക്കുന്ന ഇവർക്ക് ഒരു രോഗവും ഇല്ല, ചുമ്മാ കള്ളം പറഞ്ഞ് കാശ് മേടിച്ചു എന്നാ ഇവന്റെ ഒരു വീഡിയോ കാരണം. എന്റെ പൊന്നു പ്രേക്ഷകരെ, ഇങ്ങനെയുള്ളവരെയൊക്കെ ഫസ്റ്റ് നമ്മൾ തിരിച്ചറിയണം. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലായാലും നീ അച്ചായനെ നീ അത് തകർക്കാൻ വേണ്ടി വീഡിയോ ഇട്ടതായിരിക്കാം. അങ്ങനെ വീഡിയോ നീ ഇട്ടപ്പോൾ ഇവിടെ കഷ്ടം അനുഭവിച്ചത് ആരാണ്? ഒരമ്മയാണ്. അമ്മയ്ക്ക് ക്യാൻസർ അല്ല, അമ്മയ്ക്ക് ഒരു രോഗവും ഇല്ല. അവർ കളിപ്പിക്കുകയായിരുന്നു. അച്ചായനൂടെ ചേർന്നുകൊണ്ടിരുന്ന് കളിപ്പിച്ചതാ, ജനങ്ങളെ പറ്റിച്ചതാ, ലക്ഷക്കണക്കിന് രൂപ വന്നു എന്നൊക്കെ പറഞ്ഞ് നീ അവരെ. എന്തായാലും അച്ചായൻ പുതിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അച്ചായൻ പറയുന്നത് ഞാൻ ചാരിറ്റി നിർത്തുകയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് മാത്രമല്ല അച്ചായനാണെങ്കിൽ ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്തിട്ടാണ് ഈ പരിപാടി അവസാനിപ്പിക്കുന്നത്. എന്തായാലും അതൊന്ന് കണ്ടുപോയി. സൈബർ അറ്റാക്കും ഭീഷണിയും കാശ് ചോദിക്കലും കാരണം എന്നെ ജീവിക്കാൻ സമ്മതിക്കുകയല്ലെങ്കിൽ ഞാൻ ഈ ചാരിറ്റി നിർത്തുവാണ്. അയ്യോ, ഇതെന്തൊരു അവസ്ഥയാ. ഇങ്ങനെയാണോ നിങ്ങൾ കിടക്കുന്നേ? എന്തൊരു കഷ്ടം ഇത്. 27 വർഷമായി അജയു വാടകയ്ക്കായിട്ട്. ഒരു മോനുണ്ടായിരുന്നു, ക്യാൻസർ ആയിരുന്നു, മോൻ മരിച്ചുപോയി. എനിക്ക് ക്യാൻസർ മരിച്ചുപോയി. ഒരു മോനെ ഉള്ളായിരുന്നു, അമ്മ മരിച്ചുപോയി. പിന്നെ എനിക്ക് സുഖമില്ലാതെ എനിക്ക് തൊണ്ടയിലും ക്യാൻസർ പരീക്ഷയായിരുന്നു. ഞാൻ മരുന്ന് മേടിച്ചിട്ട് ഇനിയിപ്പോ 3 മാസത്തോളമായി. ബാത്റൂമിലൊക്കെ പോകുന്ന ചില സമയത്ത് താഴെ ചിലപ്പോ പറമ്പില് പടുതായിക്ക് വാടക കൊടുക്കുന്നുണ്ട്. പടുതായിക്ക് വാടക കൊടുക്കുന്നു? എത്ര രൂപ? ഒരു ദിവസം 200 രൂപ വെച്ച് വാടക നമ്മൾ കൊടുക്കണം. കഷ്ടം. 200 രൂപ വാടക കൊടുക്കുന്നു ഒരു ദിവസം? 200 രൂപ വെച്ചത് 2 പടുതായ ഒരെണ്ണത്തിന് 100 രൂപ. ചേട്ടന്റെ കൂലിപ്പണിയിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് ഒരു ദിവസം 200 രൂപ പടുത്തേക്ക് വാടക കൊടുക്കണം അല്ലേ? സമ്മതിക്കണം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നിങ്ങൾ അപ്പൊ എങ്ങനെ ഈ രാത്രിക്ക് ഇവിടെ കിടന്ന് ഉറങ്ങുന്നു? അങ്ങേപ്പുറത്ത് ഇങ്ങനെ തുണി കൊണ്ട് മറച്ചൊരു ഇതിട്ടിട്ടുണ്ട്. അവിടെ പന്നിയൊക്കെ വരും അപ്പുറത്ത്.
അയ്യോ ഇങ്ങനെയാ നിങ്ങൾ കിടക്കുന്നത് അല്ലേ? ഇവിടെയാണ് സാറേ ഞങ്ങൾ കിടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു മറവ് പോലും ഇല്ല ഇത്. ഇല്ല. എടാ വിമർശിക്കുന്നവരെ, എടാ നീയൊക്കെ ഒന്ന് കണ്ണു തുറന്ന് കാണടാ. ഇങ്ങനെയുള്ള മനുഷ്യരുണ്ടോ നമ്മുടെ സമൂഹത്ത്? ഇവർക്കൊക്കെ കിട്ടുന്ന സഹായമാടാ നീയൊക്കെ ഇല്ലാണ്ടാക്കുന്നത്. ഒരു മനുഷ്യൻ അവരുടെയൊക്കെ ഇടയിൽ ഇറങ്ങി ചെന്നുകൊണ്ട് സഹായിക്കാൻ ചെല്ലുമ്പോൾ നീയൊക്കെ എന്താ ചെയ്യുന്നത്? അത് ഇല്ലാണ്ടാക്കുന്നു അല്ലേ? നീ അത് നശിപ്പിക്കുന്നു. ഈ അച്ചായൻ പലയിടത്തും ചെല്ലുന്ന സമയത്ത് അമ്മമാരൊക്കെ വന്ന് പറയുന്നുണ്ട്, അച്ചായ എനിക്ക് എന്നെ ഒന്ന് പരിഗണിക്കണേ, എനിക്ക് വീടില്ല, എനിക്ക് ഇതില്ല, എനിക്ക് മരുന്ന് മേടിക്കാൻ കാശില്ല എന്നൊക്കെ. ഇതെല്ലാം പരിഗണിച്ചു കൊണ്ടുപോകുന്നതാ മനുഷ്യൻ. അദ്ദേഹത്തിന് കിട്ടുന്ന ലാഭത്തിന്റെ വിഹിതം എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. നിനക്കൊക്കെ കിട്ടുന്നതിന്റെ നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നീ ചുമ്മാ കാശുണ്ടാക്കി നിന്റെ പോക്കറ്റിൽ കൂട്ടി ബാങ്കിൽ അക്കൗണ്ടിൽ നിറച്ചുകൊണ്ടിരിക്കുകയല്ലാതെ നീ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നവരെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് കുറെ എണ്ണം. നിങ്ങൾക്ക് ഒരു മറവ് പോലും ഇല്ല ഇത്. നിങ്ങൾ ഓർത്താണോ ഇവർ കിടക്കുന്ന അവസ്ഥ? നിങ്ങളൊന്ന് ചിന്തിച്ചേ, എന്തൊരു അവസ്ഥയല്ല ഇവർ കിടക്കുന്നേ. ഞാൻ 3 മാസമായി മരുന്ന് കഴിച്ചിട്ട് എനിക്കിത് മേടിക്കാൻ നിവർത്തിയില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഗുളിക എടുത്ത് കഴിച്ചു മരിക്കും. അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോയി, ഇവരാരും അറിയാതെ. അമ്മ പറയുന്നത് കേട്ടോ, എന്റെ ജീവൻ അവസാനിപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചെന്ന്. അങ്ങനെയുള്ളവരുടെ അടുത്തേക്കാണ് ഒരു സഹായ ഹസ്തമായിട്ട് ആ മനുഷ്യൻ ചെല്ലുന്നത്. നീയൊക്കെ ഇരുന്ന് കൊണയടിക്കുന്ന പോലല്ല കാര്യങ്ങള്. മനസ്സിലാവുന്നുണ്ടോ? അവരുടെ വീട്ടിലേക്ക് ഈ മനുഷ്യൻ ചെന്നില്ലായിരുന്നെങ്കിൽ അവരുടെ അവസ്ഥ എന്താകുമായിരുന്നു? കഴിഞ്ഞ ആ അമ്മ പറഞ്ഞത് കേട്ടായിരുന്നോ? ഞാനും തീർക്കാൻ വേണ്ടി ഇരുന്നു, അപ്പോഴാണ് അച്ചായൻ വന്നതെന്ന്. ഇതൊന്നും നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ലടാ. ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ നിനക്കൊക്കെ കുറച്ച് ഇത് വേണം, എന്നാലും നിനക്ക് മനസ്സിലാവത്തുള്ളൂ. പോലീസുകാരെന്നെ പിടിച്ചിട്ട് ചേട്ടനെ വിളിച്ചിട്ട് വന്നു, ഭാര്യയെ കൂട്ടിക്കൊണ്ട് എളുപ്പം പോകുമെന്നും പറഞ്ഞോണ്ട് അവര് ചോദിച്ചു. ആണോ? ചങ്ങനാശ്ശേരി സ്റ്റേഷൻ, ചെങ്ങന്നൂർ സ്റ്റേഷനില. എന്താ അരി ഇങ്ങനെ ഇരിക്കുന്നേ? പച്ചരിയാ സാറേ. പച്ചരിയാ? പച്ചരിയായിരുന്നു, അരി ഇല്ലായിരുന്നു. പച്ചരി വെച്ച് ചോറ് വെച്ചു, കൂട്ടാനുള്ള കാന്താരി മുളക്, ഇത് കൂട്ടിയാണ് ഇവർ ഫുഡ് കഴിക്കുന്നത്. സാറേ എനിക്കൊരു കേറി കിടക്കാൻ ഒരു പേര്. കേറി കിടക്കാൻ പേര് അല്ലേ? എനിക്കൊരു മരുന്നിനുള്ള പൈസ. മരുന്നിന് എത്രയാവും? എല്ലാ മാസവും ടെസ്റ്റ് ചെയ്യുന്ന, ഒരു മാസത്തിന് 1000 രൂപയോ. ഇത് 10 ലക്ഷം രൂപയുണ്ട്. 8 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ വീട് പണിയണം. 2 ലക്ഷം രൂപയ്ക്ക് നിങ്ങളുടെ ചെലവ്. എന്നോട് ചോദിച്ചാൽ ചേച്ചി എന്താ 1000 രൂപയ്ക്ക് ഒരു ഗുളിക മേടിച്ചു തരാമെന്ന ഒരു മാസത്തേക്ക് അല്ലേ? ഞാനിപ്പോ ചെലവിന് വേണ്ടി 2 ലക്ഷം രൂപയാണ് തരുന്നത്. പിന്നെ ബാക്കി 8 ലക്ഷം രൂപ എന്തിനാ തന്നത്? വീടിന്. സന്തോഷായില്ലേ? നല്ലൊരു വീട് പണിയത്തില്ലേ? നിങ്ങൾ നല്ലൊരു വീട്ടിൽ അന്തസ്സായിട്ട് കയറി കിടക്കുന്ന എനിക്ക് കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ തളരരുത്. കണ്ടല്ലോ, അവര് 1000 രൂപയും ഒരു വീട് വെക്കാനുള്ള സ്ഥലവും അല്ലെങ്കിൽ ഒരു വീട് ചോദിച്ചതാ. അവിടാണ് അദ്ദേഹം 10 ലക്ഷം രൂപ കൊടുത്തത്. അദ്ദേഹം ചെയ്തു. ഇത് വീഡിയോ ചെയ്യുന്നവന്മാർക്ക് നോക്കണ്ടായല്ലോ. അവന്മാർക്ക് എങ്ങനെയായാലും ഇങ്ങനെ ചെയ്യുന്നവരെ അടിച്ച് താഴ്ത്തി കെട്ടി അവന്മാർക്ക് നിൽക്കണം. അതാണ് അവന്മാർ നോക്കുന്നത്. ഈ പാവം പിടിച്ച മനുഷ്യന്റെ സഹായം കിട്ടാൻ വേണ്ടി എത്രയോ ആൾക്കാർ വരുന്നുണ്ട്, എത്രയോ ആൾക്കാരെ ഇദ്ദേഹം സഹായിക്കുന്നുണ്ട്. അതൊക്കെ ഇവന്മാർക്ക് നശിപ്പിക്കണം. അതാണ് ഇവന്മാരുടെ ലക്ഷ്യം. എന്തായാലും അദ്ദേഹം പറയുന്ന കാര്യം കേട്ടു നോക്കി. ഞാൻ നിർത്താൻ പോവാന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ നാട്ടുകാർക്കും പാവങ്ങൾക്കും വേണ്ടി കോടികൾ മുടക്കിയ ആളാണ്. ഇനിയും കോടികൾ ഞാൻ മുടക്കാൻ തയ്യാറാണ്. പക്ഷേ എന്റെ സൈബർ അറ്റാക്കും ഭീഷണിയും കാശ് ചോദിക്കലും കാരണം എന്നെ ജീവിക്കാൻ സമ്മതിക്കുകയല്ലെങ്കിൽ ഞാൻ ഈ ചാരിറ്റി നിർത്തുവാണ്. കാരണം എന്നെ ഇപ്പോഴും പൊന്നുപോലെ സ്നേഹിക്കുന്ന എന്റെ നാട്ടുകാർ എന്റെ ഒപ്പം ഇല്ലെങ്കിൽ എനിക്ക് ഇനി ചാരിറ്റി നടത്താൻ പറ്റില്ല. എന്റെ ഫാമിലിയോടെ ഉറങ്ങാതെ പോലുമാണ് ഞാൻ പല സ്ഥലങ്ങളിലും രാത്രി വരെ സഞ്ചരിച്ച് ചാരിറ്റി ചെയ്യുന്നത്. എന്നെ ഇങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ ഞാൻ ഇനി ചാരിറ്റി സ്റ്റോപ്പ് ചെയ്യുകയാണ്. അവസാനം അത് എഴുതിയിരിക്കുകയാണ്. ഈ കാലം അത്രയും കൂടെ നിന്ന് സ്നേഹിച്ചവർക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. നിനക്കൊക്കെ സമാധാനമായില്ലേ? എടാ നീയൊക്കെ പോയി ഒന്ന് സഹായിച്ചു നോക്കടാ. അപ്പൊ അറിയാം ബുദ്ധിമുട്ട്. എടാ ഇത് മറ്റൊരാളുടെ നിന്ന് പൈസ മേടിച്ചിട്ടല്ലല്ലോടാ അങ്ങാരത് ചെയ്യുന്നത്. അങ്ങാർക്ക് കിട്ടുന്ന ലാഭത്തിന്റെ വിഹിതം എടുത്തിട്ടല്ലോടാ ചെയ്യുന്നത്. അപ്പോഴത്തേന് നീയൊക്കെ അദ്ദേഹത്തെ എങ്ങനെയൊക്കെ കരിവാരിച്ചേക്കാനാണ് നോക്കുന്നത്. ഇപ്പൊ ഏതൊക്കെയോ കുറെ വോയിസ് ഒക്കെ കൊണ്ടുവന്നിട്ടിട്ട് അദ്ദേഹത്തെ പിന്നെയും നാറ്റിക്കാൻ ശ്രമിക്കുന്നു. എടാ നിനക്കൊക്കെ എന്തിന്റെ കേടാ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു മനുഷ്യനെ എങ്ങനെയും നശിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നീ എവിടൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വിടും. എന്നിട്ട് അങ്ങനെ നശിപ്പിക്കാൻ നോക്കുകയാണ്. ഒരു ക്യാൻസർ ഉള്ള അമ്മയ്ക്ക് ക്യാൻസർ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് പരത്തുന്നു. എന്നിട്ട് പിന്നെ കുറെ പേരുടെ വോയിസ് കൊണ്ടുവന്നിടുന്നു. അദ്ദേഹം അവരുമായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞുകൊണ്ടിടുന്നു. എന്തുവാടേ ഇതൊക്കെ? എന്താ ഇത്? അദ്ദേഹം എങ്ങനെയും ഒന്ന് ജീവിക്കട്ടെ. അദ്ദേഹത്തിന് കിട്ടുന്ന ഇത് വെച്ചിട്ട് അദ്ദേഹം സഹായിക്കട്ടെ. ഇവിടെ ആ വോയിസ് ഒക്കെ വിടുന്നുണ്ടല്ലോ, അത് അവിടുന്ന് എന്താ കിട്ടിയിട്ടുള്ളതൊന്നും നമുക്കറിയത്തില്ലല്ലോ. ചുമ്മാ കൊണ്ടുവന്നിട്ടിട്ട് ഇദ്ദേഹത്തെ മാത്രം നാറ്റിക്കാൻ വേണ്ടി നോക്കരുത്. അതിനകത്ത് സത്യാവസ്ഥ എന്തെന്നൂടെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റാൻ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും എല്ലാവർക്കും